കാസർഗോഡ് മേൽപ്പറമ്പ് തലക്ലായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം. പൂട്ടുതകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് ആഭരണങ്ങളും പണവും മോഷ്ടിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞതിനു പിന്നാലെയാണ് മോഷണം നടന്നിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് തലക്ലായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. മതിൽ ചാടിക്കടന്ന മോഷ്ടാവ് ക്ഷേത്ര ഓഫീസിന്റെ പൂട്ട് തകർത്ത് ലോക്കറിലുണ്ടായിരുന്ന 2 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മുദ്രവള, 10 വെള്ളി മുദ്രവളകൾ, വെള്ളിനാഗ പ്രതിമ എന്നിവയ്ക്കൊപ്പം 25,000 രൂപയും കൈക്കലാക്കിയിട്ടുണ്ട്. രാവിലെ മേൽശാന്തി വന്നിട്ട് നട തുറക്കാൻ നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത്. ഇവിടെ ഓഫീസിന്റെ 2 ഷെൽഫ് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അതേപോലെ ഗണപതി ഭണ്ഡാരം കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അതേപോലെ ഗുളികൻ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. പുറത്ത് ഷെൽഫിൽ സൂക്ഷിച്ച 25,000 രൂപ. അതേപോലെ തന്നെ ഇവിടെ സ്വർണത്തിൻ്റെ വള, അത് വെള്ളിയുടെ വളകൾ, നാഗരൂപങ്ങൾ, അങ്ങനെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ നമ്മൾ നഷ്ടം കണക്കാക്കുന്നുണ്ട്. ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടന്നത്. അന്ന് 10,000-കണക്കിന് ഭക്തർ ഇവിടെ എത്തിയിരുന്നു. മോഷണ വിവരം അറിഞ്ഞതിനു പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ക്ഷേത്രത്തിൽ പരിശോധന നടത്തി. ശ്രീകോവിലിന്റെ വാതിൽ കുത്തിത്തുറന്നിട്ടുണ്ടെങ്കിലും പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചിട്ടില്ല. പണം മാത്രമായിരുന്നു മോഷ്ടാവിന്റെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തിൽ CCTV ക്യാമറകൾ ഇല്ലാത്തതിനാൽ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.